ഈ താങ്കൾ അനുജ വിവരിച്ച കുറെ വസ്തുതകൾ വെളിയിൽ വന്നു എന്ന് പറഞ്ഞത് അതിന്റെ ആധികാരികത മാത്രമേ ഉള്ളൂ എനിക്ക് സംശയം. അത് ആധികാരികമായിട്ട് പറഞ്ഞതാണെങ്കിൽ, അതായത് ഡബിൾ എഞ്ചിൻ ഫെയിലിയർ എന്ന് പറഞ്ഞതാണെങ്കിൽ മുഴുവൻ എന്താ പറയുന്ന പെർസ്പെക്റ്റീവ് മാറുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളുടെ. സാധാരണ ആ വിമാനം താഴേക്ക് പോകുന്നത് കണ്ടപ്പോൾ രണ്ട് എഞ്ചിനും ഫെയിലായ ഒരു വൈമാനികനാണെന്നുള്ള ആംഗിൾ എന്ന് പറയുകയാണ്. കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സാധാരണഗതിയിൽ രണ്ട് എഞ്ചിനും നിലച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഹൈറ്റിൽ നിന്നാണെങ്കിലും വലിയൊരു റേറ്റ് ഓഫ് ഡിസെന്റ്, താഴേക്ക് പോകുന്നതിന്റെ ഗതി വളരെ വലുതായിട്ട് സെറ്റിൻ ചെയ്ത് കഴിയും. പ്ലെയിൻ സ്റ്റോൾ ചെയ്യാൻ ഒട്ടും സമയം എടുക്കാറില്ല. ഇത് കുറച്ചുകൂടെ കൺട്രോൾഡ് ഫാഷനിലായിരുന്നു, ഫുള്ളി കൺട്രോൾഡ് അല്ലായിരുന്നു, എന്നാലും കുറച്ചുകൂടെ കൺട്രോൾഡ് ഫാഷനിലാണ് താഴേക്ക് പോയത്. ആ വീഡിയോയിൽ നിന്ന് മാത്രമുള്ള വിവരം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു കാവിയറ്റ് ഞാൻ വെച്ചോട്ടെ. പക്ഷെ രണ്ട് എഞ്ചിനും ഫെയിൽ ആകുന്നത് ഇറ്റ്സ് എ വെരി വെരി റിമോട്ട് പോസിബിലിറ്റി. സാധാരണഗതിയിൽ രണ്ട് എഞ്ചിനും ഫെയിൽ ആകുന്ന ഒന്നുകിൽ ഫ്യൂല് ഇന്ധനം തീരുമ്പോൾ, ആ കേസ് അല്ലായിരുന്നു ഇപ്പം കൃത്യമായിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഫ്യൂലിന്റെ ക്വാളിറ്റി മാറുകയോ, അതായത് വേറൊരു തെറ്റായ ഫ്യൂൽ അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്യൂലിൽ വലിയ ബ്ലോക്കേജ് വരികയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് രണ്ട് എഞ്ചിനും ഒന്നിച്ച് ക്വിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എയറോഡൈനമിക് ആയിട്ട് വളരെ വലിയ മനോവേഴ്സും ടർബുലൻസും ഒക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ രണ്ട് എഞ്ചിനും ക്വിറ്റ് ചെയ്യാം. പക്ഷെ ഈ കേസിൽ അങ്ങനെയുള്ള മനോവേഴ്സും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ രണ്ട് എഞ്ചിൻ ക്വിറ്റിംഗ് അറ്റ് ദ സെയിം ടൈം അതൊരു വളരെ റിമോട്ട് പോസിബിലിറ്റിയാണ്. കാരണം രണ്ട് എഞ്ചിനും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വിമാനത്തിൽ. എന്നിരുന്നാൽ കൂടി ഇനി ഞാൻ പോസിബിലിറ്റി ആയിട്ട് കരുതുന്ന കാര്യങ്ങൾ ഇപ്പോ പറഞ്ഞോട്ടെ. പറയൂ ക്യാപ്റ്റൻ പ്രസന്നകുമാർ. ഇപ്പോ പൈലറ്റ്സ് ആരും ജീവിച്ചിരിപ്പില്ല. അപ്പോ അവരെ പറ്റി നമ്മള് കാര്യങ്ങള് ജഡ്ജ്മെന്റലായിട്ട് പറയുന്നത് ശരിയല്ല എന്നിരിക്കെ പോലും ഇംഗ്ലീഷിൽ പലപ്പോഴും പൈലറ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു സെയിങ് ഉണ്ട് പൈലറ്റ്സിനെ പറ്റി. ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ ഇഫ് ഈസ് ഡെഡ് ബ്ലെയിം ഹിം, ഇഫ് ഈസ് അലൈവ് നെയിൽ ഹിം എന്ന് പറയാറുണ്ട്. വലുതായിട്ടാണെങ്കിലും അത് വളരെ ശരിയാണ്. അപ്പോ ഇങ്ങനെ ഞങ്ങളെ പോലെ ഉള്ളവര്, ജീവിച്ചിരിക്കുന്നവര്, അവരെ പറ്റി അവരുടെ ആക്ഷൻസിനെ ജഡ്ജ്മെന്റലായിട്ട് പറയുന്നത് ശരിയല്ല. എന്നിരുന്നാൽ കൂടിയും ഈ വെളിയിലുള്ള തെളിവുകൾ വെച്ച് ചില കാര്യങ്ങൾ അനുമാനിക്കാതെ വഴിയില്ല. ഒന്ന്, എല്ലാവർക്കും വീഡിയോയിൽ കാണാൻ പറ്റി ലാൻഡിംഗ് ഗിയർ താഴെ ആയിരുന്നു എന്ന്. എന്ത് സർക്കംസ്റ്റാൻസിലാണ് ആ ലാൻഡിംഗ് ഗിയർ താഴെ ഇരുന്നതെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ വർക്ക് ഓവർലോഡ് കാരണം പാർഷ്യൽ ഇൻകപ്പാസിറ്റേഷൻ, ഒരു പാസീവ് ഇൻകപ്പാസിറ്റേഷൻ എന്ന് പറയും സൈക്കോളജിക്കൽ ടേംസിൽ. അത് പാസീവ് ഇൻകപ്പാസിറ്റേഷൻ ഒരുപക്ഷെ പൈലറ്റ്സ് എൻകൗണ്ടർ ചെയ്ത് കാണാം. വളരെ വളരെ ഇന്റൻസീവായിട്ട് ഈ സിറ്റുവേഷന് ട്രെയിനിങ് പൈലറ്റ്സിന് കൊടുക്കാറുണ്ട്. അതായത് V1 കട്ട് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. V1 എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ, V സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി. V1 എന്ന് പറയുന്നത് ഡിസിഷൻ സ്പീഡ് എന്ന് പറയും. ഒരു ടേക്ക് ഓഫില് മൾട്ടി എഞ്ചിൻ, അതായത് ഒന്നിലേറെ എഞ്ചിനുള്ള ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഡിസിഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. അതായത് റൺവേയുടെ അവൈലബിൾ ലെങ്ത്തും അന്നത്തെ ടെമ്പറേച്ചറും ബാക്കി കാലാവസ്ഥയും വിൻഡും ഓൾട്ടിറ്റ്യൂഡും, അതായത് എയർപോർട്ടിന്റെ എലിവേഷനും ബാക്കി എല്ലാം കണക്കിലെടുത്ത് ഓരോ ടേക്ക് ഓഫിനും, ഏറ്റവും ക്രിട്ടിക്കൽ എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന്റെ ടേക്ക് ഓഫ് വെയിറ്റ്, ഓരോ ടേക്ക് ഓഫിനും നമ്മൾ ഒരു ഡിസിഷൻ സ്പീഡ് നോമിനേറ്റ് ചെയ്യാറുണ്ട്. അത് അനൗൺസ് ചെയ്യുകയും ചെയ്യും, കോക്പിറ്റിൽ പൈലറ്റ്സ് തമ്മിൽ ബ്രീഫ് ചെയ്യുകയും ചെയ്യും, അത് ഇൻസ്ട്രുമെന്റ്സിൽ കാണിക്കുകയും ചെയ്യും, പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ സ്പീഡിന് മുന്നേ ഏതെങ്കിലും ഒരു എഞ്ചിൻ ഫെയിൽ ആവുക അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഫെയിലിയർ നടക്കുകയാണെങ്കിൽ വിമാനത്തിനെ റൺവേയിൽ തന്നെ സുരക്ഷിതമായിട്ട് നിർത്താനുള്ള ലെങ്ത് ബാക്കിയുണ്ടെന്നാണ് അർത്ഥം. ആ സ്പീഡിലോ അതിന് മുകളിലോ ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ കൂടി വിമാനം സുരക്ഷിതമായിട്ട് നിർത്താനുള്ള റൺവേ ഒരുപക്ഷെ ബാക്കി കാണില്ല, അല്ലെങ്കിലും അത് അൺസേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് വേറെ കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ആ സ്പീഡ് കഴിഞ്ഞിട്ട് ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് സാധാരണയുള്ള ചിട്ട. അപ്പോ ആ ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്ത് ആ V1 സ്പീഡിൽ പോലും എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ, അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ.
ഫെയിലായി കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് സേഫ് ഹൈറ്റിലെത്തി വിമാനത്തിന് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്ത് തിരിച്ച് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാനുള്ള ട്രെയിനിങ് എല്ലാ പൈലറ്റ്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ കേസിൽ ഒരു എഞ്ചിൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും വോളപ്പേറ്റ് എന്ന് പറഞ്ഞ വിമാനത്തിന്റെ അന്നത്തെ ടേക്ക് ഓഫ് ചെയ്ത വെയിറ്റ് ഈ ടെമ്പറേച്ചറിനും ബാക്കി കണ്ടീഷൻസിനും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പെർഫോമൻസിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. വളരെ എഫിഷ്യന്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടും ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിമാനം തിരിച്ചിറക്കാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിഴവുകൾ, ഈ വർക്ക് ഓവർലോഡും ബാക്കി സർക്കംസ്റ്റാൻസും കൊണ്ട് പിഴവുകൾ വന്നിട്ടുണ്ടാകാം. ഒരു ഫസ്റ്റ് സർക്കംസ്റ്റാൻസ് ഞാൻ ഈ പറഞ്ഞത് ടെക്നിക്കൽ മെക്കാനിക്കൽ ഫെയിലിയർ, namely an engine failure aggravated by a pilot action or inaction. അതായിരിക്കാം ഈ സിറ്റുവേഷൻ. പിന്നെ വേറൊരു സിറ്റുവേഷൻ ഉണ്ട്, എൻ്റെ സമയം കഴിഞ്ഞെങ്കിൽ ഞാൻ പിന്നീട് അത് അവതരിപ്പിക്കാം. അല്ലെങ്കിൽ ഇതായിരിക്കണം ഒരു സർക്കംസ്റ്റാൻസ്. പക്ഷെ നിങ്ങൾ അനുജ പറഞ്ഞതുപോലെ 2 എഞ്ചിനും ഫെയിൽ ആയതിനുള്ള അത് ആധികാരികമായിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ അത് ഞാൻ കോntest ചെയ്യുന്നില്ല. പക്ഷെ അല്ലെങ്കിൽ അത് എനിക്ക് വീഡിയോയിൽ നിന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയില്ല 2 എഞ്ചിൻ ഫെയിൽ ആയത്. അതെ, അപ്പോൾ ഇതിപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഇതിൽ ആധികാരികമായി പറയാനൊന്നും അറിയില്ല. എങ്കിൽ പോലും ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യം, ക്യാപ്റ്റൻ പ്രസന്നകുമാർ, ഇപ്പോൾ ഒരു എഞ്ചിന് മാത്രമാണ് തകരാർ എന്നുണ്ടെങ്കിൽ ഈ വിമാനം നല്ലവണ്ണം ഉലയും എന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇതിൽ കാണാൻ കഴിയുന്നില്ല എന്നത് ഞാൻ വായിച്ചറിഞ്ഞത് മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞതിൽ തെറ്റില്ല. ഉലയുന്നതിനേക്കാളും വാസ്തവത്തിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ മുതുകത്ത് നടുക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ പോകും. ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചരിഞ്ഞു പോകുമല്ലോ. അതുപോലെയാണ് എൻജിൻസ്. 2 എൻജിൻസും 2 സൈഡിൽ ഒരേ ഡിസ്റ്റൻസ്, മീഡിയനിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലാണ് വെച്ചേക്കുന്നത്. ഒരുപോലെ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരെണ്ണത്തിന്റെ ത്രസ്റ്റ് സഡൻലി ടേക്ക് അവേ ചെയ്യുകയാണെങ്കിൽ മറ്റേ എൻജിൻ വിച്ച് ഇസ് വർക്കിംഗ് അറ്റ് ഫുൾ ത്രസ്റ്റ് അറ്റ് ടേക്ക് ഓഫ്, അത് വിമാനത്തിന് ഒരു സൈഡ് കൊണ്ട് ചരിക്കും. അതിനെ കൗണ്ടർ ചെയ്യാൻ 787 ഓട്ടോമാറ്റിക് ത്രസ്റ്റ് കോമ്പൻസേഷൻ ഉണ്ട്. അതായത് ത്രസ്റ്റ് അസിമെട്രി മെയിൻ്റനൻസ് സിസ്റ്റം എന്നോ മറ്റോ ആണ് അതിൽ പറയുന്നത് ഈ പെർട്ടിക്കുലർ എയർക്രാഫ്റ്റിൽ. അതർവൈസ് ഇറ്റ്സ് കോൾഡ് എസ് ജനറിക്കലി കോൾഡ് എസ് ത്രസ്റ്റ് അസിമെട്രി കോമ്പൻസേഷൻ സിസ്റ്റം. അത് പൈലറ്റിന് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് അത് കട്ടിൻ ചെയ്തിട്ട് കുറച്ച് അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് പൈലറ്റ് സ്വയം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അസിസ്റ്റൻസോടെ വളരെ വിഷ്യസ് ആയിട്ടുള്ള യോ എന്നാണ് ഇങ്ങനെയുള്ള മോഷൻ പറയുന്നത്, സൈഡ് വേസ് ഉള്ള മോഷൻ. അങ്ങനെ വിഷ്യസ് യോ വരണമെന്നില്ല, പക്ഷേ അല്ലെങ്കിൽ വളരെ ചാരുതയോടെ പൈലറ്റ് അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് വെളിയിലിരിക്കുന്ന ഒരാൾക്ക് അത് അത്രയ്ക്ക് തിരിച്ചറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എൻ്റെ സെക്കൻഡ് സെനാരിയോ. അതായത് എൻ്റെ വേറൊരു അനുമാനമുണ്ട്, ഇതല്ല നടന്നിട്ടുണ്ടെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പ്ലെയിനിൽ. സമയം ഉണ്ടെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ എൻ്റെ അനുമാനം എന്ന് പറയുന്നത്, ഇത് നടന്നിട്ടില്ല എങ്കിൽ വേറൊരു സിറ്റുവേഷൻ ഉണ്ടാകാവുന്നതെന്ന് പറഞ്ഞാൽ 2 എഞ്ചിനും അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ കാവിയറ്റ്, പൈലറ്റ് ഇപ്പം ഇല്ല ടു ഡിഫെൻഡ് ഹിംസെൽഫ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊരു കോഷ്യസ് ആയിട്ടാണ് പറയുന്നത്. ഇത് നേരത്തെ ഇതിന് പറയാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, നേരത്തെ ഇതുപോലുള്ള സംരംഭങ്ങൾ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് പൈലറ്റ് ഫുള്ളി എന്താ പറയുന്നത് പ്രസൻസ് ഓഫ് മൈൻഡോടെ അല്ല കോക്പിറ്റിലെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് പ്രീ ഓക്യുപ്പൈഡ് ആകുന്ന സിറ്റുവേഷനിൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു ആക്ഷൻ ഉണ്ട്. അതായത് പൈലറ്റ്സ് 2 പൈലറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൽ ഒരാള് മെയിൻ പൈലറ്റ് ഒരാൾ സഹ പൈലറ്റ് ആണെങ്കിൽ പോലും ഓരോ ടേക്ക് ഓഫിനും ക്രൂവിന്റെ കോംപ്ലിമെന്റ് അനുസരിച്ച് നമ്മൾ നേരത്തെ ബ്രീഫ് ചെയ്ത്, അതായത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ബ്രീഫ് ചെയ്തിട്ട് ഒരു പൈലറ്റ് കൺട്രോൾസിൽ ആക്ച്വൽ കൺട്രോൾ ചെയ്യും വിമാനത്തിനെ, മറ്റേ പൈലറ്റ് മോണിറ്റർ ചെയ്യും. അതായത് പൈലറ്റ് ഫ്ലൈയിങ്, പൈലറ്റ് മോണിറ്ററിംഗ് ഡെസിഗ്നേറ്റ് ചെയ്യും. അത് വലത് സീറ്റിലുള്ള ആൾ പൈലറ്റ് ഫ്ലൈയിങ് ആവാം, ഇടത് സീറ്റിലുള്ള ആൾ പൈലറ്റ് ഫ്ലൈയിങ് ആവാം, മറ്റേ ആള് പൈലറ്റ് മോണിറ്ററിംഗിന്റെ ഡ്യൂട്ടീസ് ചെയ്യും. അപ്പോൾ അവർക്കെല്ലാം വളരെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മാതിരി നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഓരോരുത്തരുടെയും ആക്ഷൻ എന്ന്.
അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീൽസ് റൺവേയിൽ നിന്ന് ഉയർന്നു കഴിയുമ്പോൾ വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. ആ വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്ററിൽ ഫസ്റ്റ് ക്ലൈംബ് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് റേറ്റ് എന്നൊരു കോൾ ഉണ്ട്. അത് പൈലറ്റ് മോണിറ്ററിംഗ് ആണ് ചെയ്യുന്നത്, വിളിക്കുന്നത്. അതിന്റെ റെസ്പോൺസ് ആയിട്ട് എല്ലാ വിമാനങ്ങളിലും ഗിയർ അപ്പ് എന്ന് ഒരു മറ്റേ പൈലറ്റ് ഫ്ലൈയിങ് പറയും. അതായത് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്തോളൂ എന്നാണ് ഒരു ഓർഡർ. ആ ഓർഡറിന് റെസ്പോൺസ് ആയിട്ട് പൈലറ്റ് മോണിറ്ററിംഗ് ലാൻഡിംഗ് ഗിയർ ഉയർത്തും. പക്ഷേ അതിവിടെ സംഭവിച്ചിട്ടില്ല അല്ലേ? ഇത് സംഭവിച്ചിട്ടില്ല, അത് വ്യക്തമാണ് വീഡിയോയില്. പക്ഷേ ഒരു സെമി കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കുന്ന, ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ഇത് നമ്മൾ ഫ്ലൈ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻകൗണ്ടർ ചെയ്യാറുണ്ട്. ഒരു സബ് കോൺഷ്യസ് ആക്ഷൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ പൈലറ്റ് മോണിറ്ററിംഗ് കുറച്ചൊരു ഐ വോണ്ട് സേ കാഷ്വൽ, പക്ഷെ അറിയാതെ ഫ്ലാപ്പ് ലിവർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഞാൻ കുറച്ച് ഒന്ന് പുറകോട്ട് പോവാം. നമ്മൾ സാധാരണ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സാധാരണ ഫ്ലാപ്പ് സ്ലാറ്റ്സ് എന്ന് പറഞ്ഞ് രണ്ട് ഉപകരണങ്ങൾ, അതായത് ചിറകിന്റെ മുന്നില് സ്ലാറ്റ്സ് എന്നും ചിറകിന്റെ പുറകില് ഫ്ലാപ്സ് എന്നും പറഞ്ഞ് കുറച്ച് കർവേച്ചർ, വിങ്ങിന്റെ കർവേച്ചർ കൂട്ടുന്ന രണ്ട് ഉപകരണങ്ങളുണ്ട്. ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യുമ്പോൾ എപ്പോഴും ഇത് താഴ്ത്താറുണ്ട്. വേറെ വേറെ സെറ്റിംഗ് ആയിരിക്കും. ടേക്ക് ഓഫിന് ഒരു ചെറിയ സെറ്റിങ്ങും ലാൻഡിങ്ങിന് കുറച്ച് കൂടിയ സെറ്റിങ്ങും ആയിരിക്കും. ഇതെന്താണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ലാൻഡിങ് സ്പീഡ് നമ്മൾ സാധാരണ ഫ്ലൈ ചെയ്യുന്ന സ്പീഡിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റൺവേ ഒത്തിരി അധികം വേണ്ടി വരും. ലാൻഡിങ് ഗിയറിന്റെ സ്ട്രക്ചർ ഒത്തിരി സ്ട്രോങ് ആവേണ്ടി വരും. ബ്രേക്കിംഗ് അത്ര അധികം ചെയ്യേണ്ടി വരും. ഈ കാരണം ഇതെല്ലാം എല്ലായിടത്തും അവൈലബിൾ അല്ല. അത് എയർക്രാഫ്റ്റിന്റെ വെയിറ്റ് കൂട്ടാനും നമ്മുടെ ഫൈനൽ പർപ്പസ് ഓഫ് ഫ്ലൈയിങ്ങും എക്കോണമിയും എല്ലാം തകരാറിലാവും. ഫ്ലൈയിങ്ങിന്റെ എക്കോണമി എല്ലാം തകരാറിലാവും. അത് കാരണം വിമാനത്തിന്റെ വേഗത കുറച്ച് വേണം നമ്മൾ വന്നിട്ട് ലാൻഡ് ചെയ്യാൻ. അപ്പോ ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലാപ്സും സ്ലാറ്റ്സും ലോവർ ചെയ്യുക. അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഭാഗികമായിട്ട് അത് ലോവർ ചെയ്യാറുണ്ട്. അത് ലോവർ ചെയ്തിട്ട് എല്ലാ വിമാനങ്ങളും അങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു നിശ്ചിത ഹൈറ്റ്, സാധാരണഗതിയിൽ വിമാനങ്ങളിൽ ഒരു 400 അടിയാണ്, എയറോഡ്രോമിന്റെ തലത്തിൽ നിന്ന് 400 അടി മുകളിൽ എത്തിയിട്ട് ഒരു നിശ്ചിത സ്പീഡ് എത്തിയിട്ടുണ്ടോ, സേഫ് ആയ ഒരു സ്പീഡുണ്ട്. VFTO എന്നൊക്കെ പറയും, ഫ്ലാപ്പ് റിട്രാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യേണ്ട സ്പീഡാണ്. ഞങ്ങളുടെ പാർലൻസിൽ VFTO എന്നൊക്കെ പറയും, VT എന്ന് ചില എയർക്രാഫ്റ്റിൽ പറയും. ആ സ്പീഡ് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫ്ലാപ്സ് ഉയർത്തേണ്ടത്. അപ്പോൾ ഞാൻ ഇനി തിരിച്ചു പോകാം. ഈ ലാൻഡിംഗ് ഗിയർ ഉയർത്തേണ്ട സമയത്ത് അത്ര കോൺഷ്യസ് ആയിട്ടിരിക്കാത്ത ഒരു പൈലറ്റ്, അതായത് കുറച്ച് ആബ്സെന്റ് മൈൻഡഡോ അല്ലെങ്കിൽ ഹാബിറ്റ് ഇന്റർഫറൻസോ എന്തെങ്കിലും കാരണത്താൽ ലാൻഡിംഗ് ഗിയറിന് പകരം ഫ്ലാപ്സ് ഉയർത്തി കഴിഞ്ഞാൽ അത് വിപത്തിലേക്ക് നയിക്കുകയുള്ളു. അതായത് എയർക്രാഫ്റ്റിന് ഒന്ന് നിശ്ചിത ഹൈറ്റ് എത്തിയിട്ടില്ല, രണ്ടാമത് ആ സ്പീഡ് എത്തിയിട്ടില്ല. ഇക്കാരണത്താൽ വിമാനം 2 എഞ്ചിനും പ്രവർത്തിക്കുന്നെങ്കിൽ കൂടി വിമാനം മുകളിലേക്ക് സേഫ് ആയിട്ട് ക്ലൈംബ് ഔട്ട് ചെയ്യത്തില്ല. ഇനിഷ്യൽ ക്ലൈംബ് ഗ്രേഡിയന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എയറോഡ്രോമിന്റെ പരിധി കഴിഞ്ഞ് നമ്മൾ ഒബ്സ്ട്രക്ഷൻസ് പലത് കാണാൻ വെളിയില്. അപ്പൊ അതിലെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇനിഷ്യൽ ക്ലൈംബ് ഗ്രേഡിയന്റ് കറക്റ്റ് ആയിട്ട് വെക്കണമെന്നുണ്ട്. പക്ഷെ അതിന് വിഘ്നമായിട്ട് ഈ ഫ്ലാപ്പ് റിട്രാക്ഷൻ നിൽക്കാം. അതിന് അഗ്രിവേറ്റ് ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. ഒന്ന്, ലാൻഡിംഗ് ഗിയർ, ഉയരേണ്ട ലാൻഡിംഗ് ഗിയർ, എക്സ്ട്രാ ഡ്രാഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ലാൻഡിംഗ് ഗിയർ അന്ന് താഴെ ആയിരുന്നത് ആ പ്രശ്നങ്ങൾ കൂട്ടും. രണ്ടാമത്, അന്ന് വളരെ ഹൈ ടെമ്പറേച്ചേഴ്സ് ആയിരുന്നു. ഒരുപക്ഷെ ഒരു കോൾഡ് വെതറിൽ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് എഞ്ചിന്റെ ത്രസ് വുഡ് ഹാവ് ഓവർകം ദിസ് വെരി ഫാക്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം. അതിന് തൊട്ട് മുൻപായി ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ. ഇപ്പം ഈ ക്യാപ്റ്റൻ വളരെ പരിചയസമ്പന്നനാണ്, 2 പേരും, സുമീതും ക്ലൈവ് കുന്തറും. അതിൽ 30 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ളയാളാണ് ക്യാപ്റ്റൻ സുമീത് എന്നതാണ്. മറ്റ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകുകയും അവർ പിന്നീട് ഈ വിമാനം പറത്തുമ്പോൾ അത് ഇൻസ്പെക്ട് ചെയ്യുന്ന, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്നതാണ്. ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റൻ അല്ലേ, അങ്ങനെയാണ് അദ്ദേഹത്തിന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ലൈവ് കുന്തർ എന്ന് പറയുന്ന കൂടെ ഉണ്ടായിരുന്ന സഹ പൈലറ്റും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഈ 2 പേരും കൂടുതൽ പറത്തിയിട്ടുള്ളതും ഈ ഡ്രീം ലൈനർ വിമാനമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ അങ്ങനെ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കാനുള്ള സാധ്യത നമുക്കെങ്ങനെ പറയാൻ കഴിയും ക്യാപ്റ്റൻ പ്രസന്നകുമാർ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. അതെ, മനസ്സിലായി. ഇവരുടെ ക്വാളിഫിക്കേഷനിൽ ഇന്നലെ ഡോക്ടർ മോഹൻ വർഗീസിന്റെ കൂടെ ഞാനൊരു ചർച്ചയ്ക്ക് പങ്കെടുത്തിരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരുന്നു
ഇൻഫാക്ട് ഈ ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായതുകൊണ്ട് വേറെ, അതായത് എല്ലാ രാജ്യങ്ങളിലും പ്ലെയിൻസ് പോകാറുണ്ട്. നമ്മുടെ പ്ലെയിൻസ് ഒരു കാറോ അല്ലെങ്കിൽ ബസ്സോ പോലെ അല്ല. അപ്പോൾ വളരെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ട്രെയിനിങ് ആയാലും സ്റ്റാൻഡേർഡ്സ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും വളരെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ സ്റ്റിക്ക് ചെയ്യേണ്ട കാരണങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം ട്രെയിനിങ്ങും വളരെ, അതായത് ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഞാൻ പറഞ്ഞത് വളരെ ഇന്റർനാഷണലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഓവർസീ ചെയ്യുന്ന ബോഡീസും, അതായത് മെയിൻ ആയിട്ട് ലോകത്തുള്ള ചില ബോഡീസ് ഉണ്ട്. ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി അമേരിക്കയുടെ, അതുപോലെ UK-യുടെ CAA എന്ന് പറയും. സിമിലർലി ICAO എന്ന് പറഞ്ഞ ഒരു വലിയ ബോഡിയുണ്ട്. ഒത്തിരി കൺട്രീസ്, ഇന്ത്യ ഉൾപ്പെടെ ഒത്തിരി കൺട്രീസ് സിഗ്നേറ്ററി ആയിട്ടുള്ള. അപ്പൊ അവരെല്ലാം കൂടി ഒന്നിച്ച് ഒരുപോലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഒരുപോലെ, അതായത് ഒരു പൈലറ്റ് എഞ്ചിൻ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഡിഗ്രിയെ ഡീവിയേറ്റ് ചെയ്യാവുള്ളൂ, അതിന് അത്ര പോലും ഡീറ്റെയിൽസിൽ അത് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇത്ര സ്പീഡ് വേരിയേഷൻസ് പറ്റും, റൺവേന്ന് അല്ലെങ്കിൽ റൺവേന്ന് ഇത്ര ഡിഗ്രി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ അല്ല എന്ന് പോലും ആ ഡീറ്റെയിൽസിൽ അവര് ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു 787-ന്റെ ക്യാപ്റ്റനായിട്ടോ ഫസ്റ്റ് ഓഫീസറായിട്ടോ ഇരിക്കാൻ അയാളെ യോഗ്യരാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തത് കൊണ്ടായിരിക്കണം. അത് മാത്രമല്ല, അവരുടെ എല്ലാ ഓരോ കമ്പനിയിലും, എയർ ഇന്ത്യ ആയാലും വേറെ ഇൻഡിഗോ ആയാലും ഓരോ കമ്പനിയിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളിനെ മാത്രമേ ഈ പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ എന്ന്. അതായത് അതിൽ താഴെ ആ SOPs വയലേറ്റ് ചെയ്യാറില്ല ഒരു കമ്പനി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം.